മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഈ പകലിന്റെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തെ കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചു. പക്ഷെ വീണ്ടും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ഇന്ന് പകൽ ദൈവം തരുന്ന ദൈവത്തിന്റെ ആലോചന ഇതാണ്. വീണ്ടും ഒരു ചാൻസ് തരുന്ന, ഒരു സെക്കൻഡ് ടച്ച് തരുന്ന, ഒരു അനദർ ചാൻസ് തരുന്ന ഒരു ദൈവം. വീണ്ടും ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കർത്താവ്. ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവം. അവർക്ക് പറ, സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു അവസരം തരുന്ന ദൈവമാണ്. രണ്ടാമതും നമ്മെ തൊടുന്ന ഒരു ദൈവമാണ്. ബൈബിൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൈവം തന്റെ ജനത്തെ കൈവിടുന്ന ദൈവമല്ല. അവന്റെ ആവശ്യ സമയത്ത് രണ്ടാമതും അവനെ തൊടുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ ഒരുത്തിന് പരാജയം ഉണ്ടാകുമ്പോൾ, ഒരുത്തിന് പോരാട്ടം ഉണ്ടാകുമ്പോൾ, ഒരുത്തിന് പോരായ്മ ഉണ്ടാകുമ്പോൾ, അവന് കുറവുണ്ടാകുമ്പോൾ അവനെ തള്ളിക്കളയുന്ന ദൈവമാണ്, മാറ്റി നിർത്തുന്നതാണ് നമുക്ക് കാണാൻ. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, വീണ്ടും അവനെ തൊട്ട് അവന്റെ ജീവിതത്തിന്റെ അകത്ത് അനദർ ചാൻസ്, വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഉടയപ്പെട്ട, പരാജയപ്പെട്ട, തോറ്റുപോയ, കുറവനുഭവിച്ച, മാറി നിന്നവനെ വീണ്ടും തൊട്ട് വീണ്ടും സന്നിധിയിലേക്ക്, വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ആരാധന പങ്കെടുക്കുന്ന സകലരെ നോക്കി ദൂത് പറയുന്നു, നിന്റെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു ചാൻസ് എന്റെ ദൈവം തരാൻ പോകുകയാണ്. ചിലതിന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു സ്പർശനം എന്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടെ. ഇന്ന് പകൽ ദൈവത്തിനൊരു മകസംഗരേറ്റിയെ 1 മിനിറ്റ് ഒന്ന് കരങ്ങൾ തട്ടി ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ മിനിറ്റ് ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ഈ 1 മിനിറ്റ് ഒന്ന് അന്യഭാഷ pray in tongues. ഈ അന്തരീക്ഷം ഒരുക്കപ്പെടട്ടെ. ഈ അന്തരീക്ഷം ആത്മാവിന്റെ പ്രവൃത്തിക്കായി ഒരുക്കപ്പെടട്ടെ. ഈ അന്തരീക്ഷത്തിൽ ഈ പകൽ ആരാധന പങ്കെടുക്കുന്ന ചിലതിന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു ചാൻസ് തരാൻ പോവുക, ഒരു സെക്കൻഡ് ചാൻസ് തരാൻ പോവുക, ഒരു സെക്കൻഡ് ടച്ച് ഓഫ് ഗോഡ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ആത്മാവി വിശ്വസിക്കുന്നു, ഇന്ന് പകൽ ഇതിന്റെ അകത്ത് കടന്നു വന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെറുതെ അല്ല കടന്നു വന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഈ വരുന്ന 10 to 15 മിനിറ്റിനകത്ത് ചിലതിന്റെ ലൈഫിന്റെ അകത്ത് തൊടുന്ന ദൈവപ്രവൃത്തി, ചില കുടുംബങ്ങൾക്ക് ഒരു ചാൻസ് ദൈവം തരാൻ പോവുക. തള്ളിക്കളയുന്ന ദൈവമല്ല, വീണ്ടും ഒരു ചാൻസ്, വീണ്ടും ഒരു ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ ദൈവം ചെയ്യും. വീണ്ടും മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. നമ്മൾ വായിച്ച 22-ാമത്തെ വചനം തൊട്ടൊന്ന് വായിച്ച, വേഗത്തിൽ വായിച്ച്. അവർ ബേത്സയിദയിൽ എത്തിയപ്പോൾ, ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ചില ആൾക്കാർ കണ്ണ് കാണാൻ പറ്റാത്ത, ദിശയറിയാൻ പറ്റാത്ത ഒരുത്തനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ദൂതുണ്ട്. ജീവിതത്തിൽ തപ്പിത്തടയുന്ന, വഴിയറിയാത്ത ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ സഭയുടെ അംഗങ്ങളായ, നമ്മുടെ പാട്ടാണ് സഭയുടെ നാഥനായ, സഭയുടെ ഹെഡായ, തലയായവന്റെ അടുത്തേക്ക് വഴിയറിയാത്ത, ദിശയറിയാത്ത, കണ്ണിരുട്ടായ അവനെ, പിശാച് ബന്ധിച്ചവനെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. അവൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അവന് വഴി അറിയില്ല. അവൻ ലൈഫിൽ തപ്പിത്തടയാണ്. നമ്മുടെ കടമയാണ്
അവന്റെ അടുത്തേക്ക്, ആ കുരുടനെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് അവർ അപേക്ഷിച്ചൊരു പ്രാർത്ഥന എന്താണ്? അവനെ തൊടയണമെന്ന് ദൈവമേ, ഈ മനുഷ്യനെ നീ ഒന്ന് തൊടണമേ. പ്രാർത്ഥിക്കണം. വഴിയറിയാതെ കുരുട്ടായി കിടക്കുന്നതിനെ ദൈവം ഒന്ന് തൊടണമേ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് തന്നെ കാണും, തിരിച്ചറിയാൻ പറ്റാതെ, ദിശ അറിയാൻ പറ്റാതെ, ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ ഇരുട്ടായി കിടക്കുന്ന ചിലതിനെ എന്റെ ദൈവം ഒന്ന് തൊടണമേ. അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിന്റെ അടുത്തേക്ക് ചിലർക്ക് ഡയറക്റ്റ് വരാൻ പറ്റില്ല. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുക. സത്യം അവർക്ക് തിരിച്ചറിയുന്നില്ല. അവരിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ബെത്സദയിലേക്ക് ആയിരുന്ന കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, തൊടണമെന്ന് പ്രാർത്ഥിച്ചു. അടുത്തതാണ് അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിനെ പുറത്ത് കൊണ്ടുപോയി. പക്ഷെ ഇതുവരെ കാണാത്തൊരു കാഴ്ച, അവർ കൊണ്ടുവന്ന കുരുടന്റെ കൈക്ക് ആര് പിടിച്ചു? കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചു. ഇന്ന് പകലൊരു ദൂതുണ്ട്. ജീവിതത്തിൽ വഴിതെറ്റി, ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും കാണാൻ പറ്റാതെ നിന്റെ ജീവിതത്തിൽ ഇരുട്ടാണെങ്കിൽ, എന്റെ അപ്പന്റെ സന്നദ്ധിയിൽ വന്നാൽ നിന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ലൈഫ് ഇരുട്ടായല്ലോ, ഞാൻ എന്തോ ചെയ്യും? ഹല്ലേലൂയ. എന്നും ഞാൻ മറ്റുള്ളവരുടെ ആശ്രയത്തിലാണല്ലോ. എത്ര നാൾ അധിക നാൾ പോകത്തില്ല. നിന്നെ കരം പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ജീവിതത്തിൽ തപ്പിത്തണഞ്ഞ നിന്റെ ജീവിതത്തെ എന്റെ ദൈവം കരം പിടിക്കാൻ പോകുക. ഈ 2026 തുടക്കത്തിൽ ഞാൻ പറയുന്നു, നീ തപ്പി തടഞ്ഞ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം കരം പിടിക്കും. ചിലതിന്റെ കരം ദൈവം പിടിക്കാൻ പോകുക. ഇനി നീ തപ്പി തടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഇരുട്ടിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പടുകുഴിയിൽ വീഴാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിന്റെ അടുത്ത് വരുന്ന നിന്നെ എന്റെ ദൈവം കരം പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിൽ ഈ മൈക്ക് തന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെ തപ്പി തടഞ്ഞവരാ, മറ്റുള്ളവരാൽ സഹായിച്ചു പോയവരാ. പക്ഷെ ദൈവം കരം പിടിച്ചുകൊണ്ട് ഇന്ന് പകലും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ഈ ദൂത് പറയുമ്പോ ചിലതിന്റെ കൈക്ക് ദൈവം പിടിക്കാൻ പോകുക. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് തപ്പിത്തടഞ്ഞ നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാവിയുടെ മേൽ ദൈവം കൈക്ക് പിടിക്കും. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I feel the power of the Holy Spirit. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു. അടുത്തതാണ്, കുരുന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന്ന് പുറത്ത് കൊണ്ടുപോയി. എങ്ങും കാണാത്തൊരു കാഴ്ച. അവനെ ഊരിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? പുറത്ത് കൊണ്ടുപോയി. അപ്പൊ ഏത് ഊരിൽ നിന്ന് കൊണ്ടുപോയേ? ഏത് സ്ഥലത്ത് അവിടെ നിന്നേ? ബെത്സയിദയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? മത്തായി 11:20-21 വായിച്ചേ. മത്തായി 11:20-21 വാക്യം വായിച്ചേ. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവനെ ശാസിച്ചു തുടങ്ങി. 21. കോരേസിനെ നിനക്ക് ഹാ കഷ്ടം, കോരേസിനെ ഹാ കഷ്ടം, ബേത്സയിദേ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദേ കർത്താവ് പറയാ, ബേത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവൻ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. ഈ ബെത്സയിദ ദേശത്തിലെ പ്രത്യേകത വിശ്വാസമില്ല, വിശ്വസിച്ച മാനസാന്തരമില്ല. എത്ര അത്ഭുതം കണ്ടിട്ടും വിശ്വാസമില്ലാത്തൊരു സമൂഹമാണ് ബെത്സയിദയിലെ ജനം. അത്ഭുതവും വീര്യപ്രവൃത്തിയൊക്കെ കണ്ടിട്ട് പോലും അതാ കർത്താവ്, ഇത് വേറെ എവിടെങ്കിലും നടന്നായിരുന്നെങ്കിൽ അവർ എന്നേ വിശ്വസിച്ചേനെ. കർത്താവ് പറയാ. അപ്പൊ കർത്താവിന്റെ സമയത്തും അത്ഭുതം ചെയ്താലും ഒന്നും ദൈവത്തെ വിശ്വസിക്കണമെന്നില്ല. യേശുവിന്റെ സമയത്ത് പോലും യേശുവിൽ നിന്ന് അത്ഭുതം കിട്ടിയവർ പോലും പിന്നീട് അവനെ എന്ത് ചെയ്തില്ല? വിശ്വസിക്കുന്നില്ല. ഇത് വേറെ എവിടെങ്കിലും നടന്നാൽ കഷ്ടം, വിശ്വാസമില്ലാത്ത സമൂഹ. ഇവിടെ കർത്താവ് എന്തോ ചെയ്തറിയാമോ?
ആ വിശ്വാസമില്ലാത്ത അവിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്ന് പിടിച്ചവനെ ഇങ്ങ് പുറത്തു കൊണ്ടുവരിക. ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവിശ്വാസത്തിന്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വരണം. ആ വാക്കുകളിൽ നിന്ന് പുറത്തു വരണം. അപ്പൊ ഇതിന്നൊരു കാര്യം മനസ്സിലാവും. ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ചില അന്തരീക്ഷത്തിൽ നീ ഇരുന്നിട്ട് കാര്യമില്ല. ആ ഉണങ്ങിയ അനുഭവത്തിൽ ഇരുന്നാൽ അത്ഭുതം നടക്കുന്നില്ല. ആ അവിശ്വാസം ബസ്സിൽ നിന്ന് കർത്താവ് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. നിന്റെ വിശ്വാസത്തെ തടയുന്ന, ഹിൻഡർ ചെയ്യുന്ന, ആ അത്ഭുതത്തെ കൊണ്ടുവരുന്നതിനെ തടയുന്ന, വിശ്വാസത്തെ തടയുന്ന അനുഭവത്തിൽ പുറത്തു വരണം. നമുക്കറിയാം, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ ഈ പള്ളിപ്പരമാനിയ യായിറോസ് തന്റെ കുഞ്ഞ് അത്യാസനത്തിൽ കിടക്കുന്നു പറഞ്ഞ് കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി വന്നു. യേശു കർത്താവ് അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, ആൾക്കാരെ ഒന്ന് പറഞ്ഞു, ഗുരുവിനെ അസുഖപ്പെടുത്തണ്ട, കൊണ്ടുവരണ്ട, ആ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞു. കർത്താവ് ഭയപ്പെടേണ്ട, വീട്ടിൽ നമുക്ക് പോകാന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ അവിടെ കിടന്ന് കരഞ്ഞു ബഹളമൊക്കെ ഉണ്ടായി. മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് ബഹളം. കർത്താവ് എന്തോ ചെയ്തേ? ആ കൊച്ചിന്റെ റൂമിലോട്ട് കയറുന്നതിനും എന്തോ ചെയ്തേ? കരയുന്നവരെല്ലാം അടിച്ചെന്ത് ചെയ്തു? പുറത്താക്കി. റൂമിൽ നിന്ന് പുറത്താക്കി അകത്ത് കയറി എഴുന്നേക്കാൻ പറഞ്ഞു. കൊച്ച് എഴുന്നേറ്റു. ഇന്ന് പകൽ ഒരു കാര്യം പറയാം. ചില അവിശ്വാസ മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് ചില അന്തരീക്ഷങ്ങൾ അടിച്ച് പുറത്താക്കിയ നീ അത്ഭുതം കാണാൻ പോയ, നിന്റെ പാല എഴുന്നേക്കാൻ പോയ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ ആരവാരോ കരയുന്നവരെ, വിലപിക്കുന്നവരെ യേശു പുറത്താക്കി. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക്, എന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. കൊച്ചു ചാടി എഴുന്നേറ്റു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ വിശ്വാസത്തെ തടയുന്ന, അവിശ്വാസം കൊണ്ടുവരുന്ന, അത്ഭുതത്തെ തടയുന്ന ചില അന്തരീക്ഷങ്ങളുണ്ട്. അതിനെ തട്ടി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകല് ദൂത് പറയാ, വിശ്വസിച്ച് പ്രാർത്ഥി, കർത്താവേ, എന്റെ ജീവിതത്തിലെ ബെത്സയിദ പോലെ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില മണ്ഡലത്തിൽ നിന്ന് എന്നെ പിടിച്ചു പുറത്തു കൊണ്ടുവരണം. ആ അവിശ്വാസത്തിന്റെ, ആ അന്യമായ അനുഭവത്തിൽ നിന്ന് നീ പുറത്തു വാ. ഇതിനകത്ത് വേറൊരു മർമ്മമുണ്ട്. ചില ഫെമിലിയർ ആയ, ചില പരിചയമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നിന്നെ ദൈവം കുറച്ച് നാളത്തേക്കൊന്ന് പിടിച്ചു മാറ്റി പുറത്തു കൊണ്ടുവരുമ്പോ നീ ഒരിക്കലും ഭാരപ്പെടരുത്. നിന്റെ അപ്പുറത്ത് നിനക്ക് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ചെയ്യാനുണ്ട്. എല്ലാവരും ചെയ്ത പോലല്ല. ഈ കുരുടൻ പറഞ്ഞത് എന്നെ മാത്രം എന്താ, എന്റെ ജീവിതത്തിൽ മാത്രം എങ്ങനാ? ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തി ദൈവകരം വലിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ മറ്റാരും കണ്ടിട്ടില്ലാത്തൊരു വിടുതൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സമയമായി. ഞാൻ എന്തോ ആത്മാവി വിളിച്ചു പറയുന്നു, ചില തലമുറയ്ക്ക് വിടുതലിന്റെ സമയമായി. ചിലതിനെ ജീവിതത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിക്കോ. നിന്റെ തലമുറയ്ക്ക് അത്ഭുതങ്ങൾ കാണാൻ സമയമായി. നിന്റെ വീട്ടിൽ നിന്ന് തലമുറ എഴുന്നേൽക്കാൻ പോവുക. നിന്റെ ബെത്സയിദയിൽ നിന്ന് പുറത്തു പോ. ഡിസ്പ്ലേ ചെയ്തു വേഗത്തിൽ. ഹല്ലേലൂയ. ആ കുരുടനെ കൈക്ക് പിടിച്ച് ആ ഊരിൽ നിന്ന്, ബെത്സയിദയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവന്റെ വായിച്ചു, അവന്റെ കണ്ണിൽ തുപ്പി, അവന്റെ മേൽ കൈ വെച്ചു. അവൻ ആദ്യം അവന്റെ കണ്ണിൽ മേൽ എന്ത് ചെയ്തു? കൈ വെച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. യേശു ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രയെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എന്താ പ്രശ്നം? 24:8 അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ നടക്കുന്ന പോലെ അത്രേ കാണുന്നതെന്ന് പറഞ്ഞു. കർത്താവിന്റെ തുടര് കിട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോ മനുഷ്യരെയൊക്കെ കാണുന്നു, പക്ഷെ അവര് നടക്കുന്നത് എങ്ങനെയാ തോന്നേ? മരം എന്ന് പറഞ്ഞ മരത്തിന് എങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ചില്ലും ബ്രാഞ്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ മനുഷ്യൻ നടക്കുന്നത് ഇങ്ങനെ രണ്ട് കാലം നിൽക്കുന്നു തോന്നുന്നു, മേലോട്ട് നിൽക്കുമ്പോ മരത്തിന്റെ ബ്രാഞ്ച് പോലെ നിൽക്കുന്നു.
കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ കാണുന്നു, പാർഷ്യലായിട്ട് പകുതി വെച്ച് കണ്ടു നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഇന്നിക്കാം, ചിലതൊക്കെ കാണുന്നു വെച്ചാൽ കാണുന്നു, പക്ഷെ ഒന്നും വ്യക്തതയില്ലാതെ പകുതി വന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. അപ്പൊ ഇവൻ പറയാണ്, എന്താണ് പറഞ്ഞത്? മരങ്ങൾ അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ, മനുഷ്യൻ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ഇവിടെ നിന്നൊരു ദൂത് പറയാം, ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ തുടരരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പകുതി വെച്ച് കിട്ടിയ അനുഭവങ്ങൾ കാണാം. ദൈവം എന്നെ തൊട്ടു, ഇവനോണെയാ ദൈവം തൊട്ടു, ഒന്നുമില്ലാത്തതെന്ന് ഇച്ചിരി കിട്ടിയല്ലോ, ഏതാണ്ടൊക്കെ മനുഷ്യൻ നടക്കുന്നതൊക്കെ തോന്നും. അവിടം കൊണ്ട് സംതൃപ്തരാകരുത്. കഴിഞ്ഞ നാളിൽ ദൈവം തൊട്ടിട്ട് ചിലതൊക്കെ അയ്യോ എന്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഭാരപ്പെടണ്ട, അടുത്തൊരു ടച്ച് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നൊരു ദൈവമാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന പാർഷ്യലായി പകുതി വന്ന് നിന്ന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എവിടൊക്കെ ക്ലാരിറ്റി ഇല്ലയോ, എവിടൊക്കെ കുറവുണ്ടോ, അവിടെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരണം ചെയ്യാൻ പോയാ. സൗഖ്യം, അവന് സൗഖ്യമായോ എന്ന് വെച്ചാൽ അവൻ സൗഖ്യമായി, പക്ഷെ പൂർണ്ണ സൗഖ്യമായില്ല. സൗഖ്യമായോ? സൗഖ്യമായി, കണ്ടു തുടങ്ങി. കാഴ്ച ഇല്ലാത്തവൻ കണ്ടു തുടങ്ങി, പക്ഷെ പൂർണ്ണമായില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവത്തിൽ നമ്മൾ നിൽക്കും, എല്ലാം കണ്ടു തുടങ്ങിയോ, വ്യത്യാസമായി, പക്ഷെ പൂർണ്ണമായില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സഭാരാധന നിങ്ങളെ ഇതിന്റെ അകത്ത് കേൾപ്പിച്ചത് ഇത് പൂർത്തീകരിക്കാനുള്ള വിഷയങ്ങളുമേ എന്റെ ദൈവം പൂർത്തീകരിക്കും. മരങ്ങൾ നടക്കുന്ന പോലെ എത്ര എന്ന് പറഞ്ഞു. 25 വായിച്ചോ വേഗത്തിൽ. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ. ആ വാക്കാണല്ലേ ഇന്നത്തെ ദൂത്. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചു. ഉറക്കെ പറ, പിന്നെയും. സെക്കൻഡ് ചാൻസ്, ഒരു അനദർ ഓപ്പർച്യൂണിറ്റി ദൈവം തരിക, വീണ്ടും ദൈവം തൊടുക. ഇന്ന് വിശ്വസിക്കാമോ? കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? അതിനായി ദൂത് പറയുന്നേ, എന്റെ ജീവിതത്തിൽ ചിലതൊക്കെ പൂർണ്ണമല്ല, എന്നെ നീ ഒന്ന് തൊടണം, എന്റെ തലമുറയെ ഒന്ന് തൊടണം, എന്റെ ജീവിതത്തെ ദൈവം ഒന്ന് തൊടണം, ഒന്ന് പൂർത്തീകരിക്കണം. ഇനി വായിച്ചു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ. അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി. എല്ലാം സ്പഷ്ടമായി കണ്ടു. അതിന്റെ അർത്ഥം ഇച്ചിരി കണ്ടെന്ന് പറഞ്ഞ് നീ വിട്ടുകളയരുത്. വീണ്ടും പിടിച്ചു മുന്നോട്ട് നിന്നോ, വീണ്ടും പ്രാർത്ഥിച്ചോ, അടുത്ത അത്ഭുതം നീ കാണാൻ പോകുകയാണ്. ഇച്ചിരി കൈപ്പത്തി പോലൊരു മേഘം കണ്ടെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിച്ചോ, അത് വലിയ വൻമഴയാക്കി ദൈവം മാറ്റോ. ഇപ്പൊ ചെറുത് കണ്ട് ഒതുങ്ങല്ലേ. ഇവിടെ ഇരിക്കുന്ന സകലോടും പറയുന്നു, ഇച്ചിരി കണ്ടതി വെച്ച് നീ ഒതുങ്ങരുത്. നിന്നെ വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് ദൈവം ചെയ്യാൻ പോവുക. ഒരു സെക്കൻഡ് ടച്ച്. ഇന്നത്തെ ആരാധനകൾ വീണ്ടും 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 എന്റെ ദൈവം, കഴിഞ്ഞ നാളിൽ നീ പരാജയോ വിഷയമല്ല, ദൈവം വീണ്ടും ഒരു അവസരം തരാൻ പോയാ. യോനയ്ക്ക് അവസരം കൊടുത്തു, പത്രോസിന് വീണ്ടും ഒരു അവസരം കൊടുത്തെങ്കിൽ ഇന്ന് പകലും നിനക്കും ദൈവം ഒരു അവസരം തരാൻ പോകുക. കരമടിച്ചെന്ന ആത്മാവിൽ ആരാധിച്ചേ. ഒരു സെക്കൻഡ് ചാൻസ്, ഒന്ന് ആരാധിച്ചോ. ദൈവം വീണ്ടും തൊടാൻ പോവുക. നീ സ്പഷ്ടമായി കാണാൻ പോവുക. പൂർണ്ണമല്ലാതെ അപൂർണമായി കിടക്കുന്നതിന്റെ മേലല്ല ദൈവത്തിന്റെ കരം. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. The second touch of Almighty God ചിലത് ശരിയാക്കാൻ പോയാൽ